ഒരു കൊല്ലത്തിൽ 5 രാത്രികളിലെ ദുആകൾ സ്വീകരിക്കുമെന്ന് പഠിപ്പിക്കുമ്പോൾ 5 രാത്രികളിലെ പ്രാർത്ഥനയുണ്ട്. ആ രാത്രികളിലെ പ്രാർത്ഥന അല്ലാഹു തആല തട്ടിക്കളയുകയില്ല. പരിശുദ്ധമായ റജബിന്റെ മഹത്വം പറഞ്ഞ മഹാന്മാരായ മുൻഗാമികൾ രേഖപ്പെടുത്തിയത് കാണാം. 5 രാത്രികളുടെ കൂട്ടത്തിലെ ഒരു രാത്രി അവ്വലു ലൈലത്തിൻ മിൻ റജബ്, അത് റജബിന്റെ 1ാമത്തെ രാത്രിയാണെന്നാണ്. വളരെയേറെ ശ്രദ്ധിക്കുക. റജബിന്റെ പിറ കണ്ടു എന്നറിഞ്ഞാൽ 1ാം രാവാകുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരേണ്ട ചിന്തയാണ്. നമ്മുടെ മുൻഗാമികൾ പഠിപ്പിക്കുകയാണ് 5 രാത്രികൾ അല്ലാഹു തആല ആ രാത്രികളിലെ പ്രാർത്ഥനകൾ തട്ടിക്കളയുകയില്ല. നമുക്ക് കിട്ടുന്ന വലിയ അവസരമല്ലേ? ആലോചിച്ചു നോക്കൂ. ഇപ്പോൾ ദുആ ചെയ്താൽ അല്ലാഹു തആല സ്വീകരിക്കും എന്നൊരാൾ നമ്മോട് പറഞ്ഞാൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കാനുണ്ട്. നമ്മുടേത് മാത്രമായി, വ്യക്തിപരമായി, സാമൂഹികപരമായി, നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നമ്മളുടെ കച്ചവടങ്ങൾ, ഇടപാടുകളൊക്കെയായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെല്ലാം അല്ലാഹുവിനോട് പറയാനുണ്ട്. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ചെറുപ്പക്കാരെ, എന്തെല്ലാം പ്രയാസങ്ങൾ പറയാനുണ്ട്. ജോലിയില്ലാത്തവരുണ്ട്, ഉള്ള ജോലിയിൽ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നവരുണ്ട്, കടങ്ങൾ വാങ്ങിയവരുണ്ട്, പ്രയാസത്തിന്റെ നടുത്തളത്തിൽ നിന്ന് തിരിയുന്നവരുണ്ട്, ഇനി എന്ത് ചെയ്യണമെന്നറിയാത്തവരുണ്ട്. ഓ മുഅ്മിനീങ്ങളെ, ഇതാ നമ്മുടെ മുന്നിലുള്ള വലിയ അവസരം. അവ്വലു ലൈലത്തിൻ മിൻ റജബ്, ആ റജബിന്റെ 1ാമത്തെ രാത്രിയുള്ള ദുആ, ആ ദുആ അത് സ്വീകരിക്കപ്പെടുന്ന ദുആയാണ്. അല്ലാഹു തആല തട്ടിക്കളയാത്ത ദുആയാണ്. മഹാന്മാരായ മുൻഗാമികൾ നമ്മെ പഠിപ്പിക്കുകയാണ്, സ്വാലിഹീങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ മുന്നേ കഴിഞ്ഞുപോയവർ ആ ചിട്ട നമ്മെ ഓർമ്മപ്പെടുത്തി തരുകയാണ്. അതുകൊണ്ടൊന്ന് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ഇരുന്നോ. റജബ് 1ആണെന്നറിഞ്ഞാൽ ഒരല്പസമയം, അല്ലാഹുവേ, നിന്റെ പരിശുദ്ധമായ മാസമാണല്ലോ, ഈ മാസത്തിൽ നീ എനിക്ക് അനുഗ്രഹം ചെയ്യണമെന്ന്, എനിക്ക് ആരോഗ്യം നൽകണമെന്ന്, എന്റെ പ്രയാസങ്ങൾ അകറ്റണമെന്ന്, എന്റെ വിഷമങ്ങൾ മാറ്റണമെന്ന്, എന്റെ കടങ്ങൾ തീർത്തു തരണമെന്ന് നമ്മുടെ കാര്യം അല്ലാഹുവിനോട് പറയാൻ നമ്മൾ അവസരം കണ്ടെത്തണം. നമ്മുടെ കാര്യം നമ്മളല്ലാതെ ആരാണ് നമ്മുടെ സൃഷ്ടാവിനോട് പറയുക? ഞാനും നിങ്ങളും നമ്മുടെ